സമൂഹത്തിന്റെ ശക്തി ഐക്യത്തിലാണെന്ന് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് 113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ ഹിന്ദു ഏകതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യക്തികൾ പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും ഐക്യത്തോടും കൂടി മുന്നേറുമ്പോഴാണ് സമൂഹം ശക്തമാകുന്നതെന്ന് മോഹൻ ഭാഗവത് പറഞ്ഞു. ഹിന്ദു സമൂഹത്തിന്റെ കാര്യത്തിലും ഇത് വസ്തുതയാണ്. ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി നിന്നാൽ അതിന് വളരുവാൻ സാധിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. His wisdom and vision continue to guide us in our collective journey towards a stronger, united and culturally enriched Bharat. 21 Hindu Ekada Sammelanam. एकता सम्मेलन वेदी जी आनंदराय जी रचित पुस्तक केवल पूजा और कर्मकांड से नहीं होगा, हमको करना शुरू करना है और उसके लिए घर के सब लोगों ने मिलकर इसकी चर्चा करनी चाहिए. सप्ताह में एक बार घर में रात को निश्चित समय पर सबने इकट्ठा आना चाहिए. घर में जितने लोग हैं उतने. आजकल न्यूक्लियर फैमिली कहते हैं, 2x2 कहते हैं, तो चार ही लोग चलेंगे. निश्चित समय पर एकत्र आना, अपनी श्रद्धा अनुसार भजन करना, उसके बाद घर में बनाया हुआ भोजन आनंद से करना और फिर 3-4 घंटे गपशप करना 2 विषयों को लेकर. धन का उपयोग अपना मत बढ़ाने के लिए कहते हैं, मतमस्त हो जाते हैं, और शक्ति का उपयोग दूसरों को पीड़ा देने के लिए करते हैं. लेकिन साधो विपरीतमेन, साधु लोगों का इससे उल्टा होता है. ज्ञानाय दानाय च रक्षणाय. ഹിന്ദു പദം സമൂഹത്തിന്റെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നതിനാൽ ഹിന്ദു ഐക്യം ലോകത്തിന് മുഴുവൻ പ്രയോജനകരമാകും. ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, ഭൂമിശാസ്ത്രം എന്നിവയിലെ വൈവിധ്യത്തെ അത് ഉൾക്കൊള്ളുന്നു. ഹിന്ദു സമൂഹത്തിന്റെ ശക്തി ലോകക്ഷേമത്തിന് വേണ്ടിയാണെന്ന് മോഹൻ ഭാഗവത് അഭിപ്രായപ്പെട്ടു. ശാശ്വത നിയമങ്ങൾ പ്രദേശങ്ങൾക്കും സമയത്തിനും അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിലും എല്ലാത്തിന്റെയും സാരാംശം ഒന്നുതന്നെയാണ്. ബലഹീനരെ പീഡിപ്പിക്കുവാനല്ല, സൗമ്യത ഉള്ളവരെ സംരക്ഷിക്കുവാനാണ് ശക്തി ഉപയോഗിക്കേണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ 158 ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികളും സന്യാസി ശ്രേഷ്ഠരും സമ്മേളനത്തിന്റെ ഭാഗമാണ്.